തട്ട് തട്ടായിട്ടാണ് വെള്ളത്തിൻ്റെ കിടപ്പ് കേട്ടാ. ഇവിടെ കംപ്ലീറ്റ് മുങ്ങി. ചില സമയത്ത് ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. കൃഷിയിടം 1 ഏക്കറാണ്, ഫുൾ മതൽക്കെട്ടാണ്. ഇവിടെ പൊങ്ങി നിൽക്കാനുള്ള വെള്ളം ഒഴുകിപ്പോവാൻ ഇടയില്ല, പിന്നെ റോഡുമാണ്. അപ്പം ഇത് നിന്ന് പറ്റുകയെ മാർഗമുള്ളു. കണ്ടോ, ഇത്രയും ഉപ്പൂറ്റിക്ക് മേളിലെ വെള്ളം കിടക്കും. ഇതാണ് കൃഷിയിടം കേട്ടോ. 1 മാസം ആയ കൃഷിയിടാണ്. ഇത് തണ്ണിമത്തനൊക്കെ പൂത്തി തുടങ്ങി. ഇത് കണ്ടതേ, ഇത് വെള്ളത്തിലേക്ക് വീണ്. ഇപ്പോൾ വെള്ളത്തിലിട്ട് പോകണം, വീണ ഭാഗം ചെറുതായിട്ട് അഴുകി, വെള്ളം പോകാൻ മാർഗ്ഗമില്ല. അപ്പം അതേ അഴുകിയ ഭാഗം മുറിച്ച് കളയെ രക്ഷയില്ല കേട്ടാ. മുളക് പോലെ തന്നെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അത് പച്ചപ്പുള്ള മുളകുണ്ട്. ഇപ്പോൾ 2 ദിവസമായി വെള്ളം നിൽക്കുന്നത്. മുളകൊക്കെ പെട്ടെന്ന് തന്നെ ഒറ്റ വെള്ളം കൊണ്ട് തന്നെ വാടിപ്പോകും. ഇത് കണ്ട, വെള്ളം നിന്ന വശത്തെ മുളകുകൾ വാടി. ഇതൊക്കെ ഇനി ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെട്ട് പോവുകയല്ലേ. കേട്ടോ, ഇവിടെയൊക്കെ പച്ചപ്പുണ്ട്. കുറച്ച് ഏരിയയിൽ കരയുണ്ട്, അവിടെ നല്ല പച്ചപ്പുണ്ട്. ഇവിടെയൊക്കെ വാടി. അപ്പോൾ ഇവിടെ ഈ വരമ്പിലൊക്കെ ഇനി ചീര മാത്രം വിളവെടുപ്പേ നടക്കത്തുള്ളൂ. ചീരയാണെങ്കിൽ ഈ മഴക്കാലത്താണ് കുറേ പുഴുക്കത്തൊക്കെ ഉണ്ട്. കണ്ടോ, എല്ലാം ഇത് ക്ലിയർ ചെയ്തിട്ട് വേണം ഇന്ന് ചീര വിളവെടുപ്പൊക്കെ ഗംഭീരമായിട്ട് നടന്നത്. ഇത് നമുക്ക് ഊരി തുടങ്ങാം. വെള്ളം ഈ കുഴി, ചീര വിളവെടുത്ത കുഴിയിലൊക്കെ നല്ല വെള്ളമുണ്ട്. കാലവർഷം പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ല നടക്കുന്നത്. ഇന്ന സമയത്ത് ഇന്ന പോലെയൊക്കെ നടക്കുന്നതൊക്കെ ഏകദേശം ഒരു പ്രതീക്ഷ വെച്ചാണ് ചെയ്യണത്. പക്ഷേ ഒറ്റ മഴക്ക് തന്നെയാണ് ഇപ്പോൾ വെള്ളം അങ്ങോട്ട് പൊങ്ങണത്. പിന്നെ നമ്മളൊക്കെ സമാധാനിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ നമുക്ക് മാത്രമല്ലല്ല, എല്ലായിടത്തും ഇതിനേക്കാളും വലിയ വിഷയങ്ങളാണ്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പ്ലോട്ടിലൊക്കെ ഏകദേശമൊക്കെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേലും മുടക്കിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ കൃഷിയിലൊക്കെ കാളകളൊക്കെ ഉള്ളത് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും പണിയൊന്നും നമ്മൾ നിർത്തിയിട്ടില്ല. 1-2 ദിവസം മഴ മാറി നിൽക്കണമെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഗംഭീര കളയാണ്. ഇപ്പോൾ ഇവിടെ കളവർച്ച് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുമാതിരി തീരെ ഇത് മാറ്റിക്കോ, അഴുകിയത് മാറ്റിയിട്ടേ ഏറ്റവും വലുത് നോക്കി എടുക്കും. അത് അങ്ങനെയുള്ള മാത്രമേ ഇപ്പോൾ തൽക്കാലം പറയും. ഇച്ചിരി വലുതാകാനുണ്ടേ. എപ്പോഴും സേഫുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കും. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ പ്രകൃതി നമ്മൾ വിചാരിക്കണ പോലെയല്ലേ വരുന്നത്. പക്ഷേ 100% സേഫുള്ള സ്ഥലങ്ങൾ കുറവാണ്. ഒരു 70 to 75% സേഫായിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ കാണുന്ന ഏരിയയിൽ 50 സെൻറ്റ് സ്ഥലത്താണ് പ്രധാനമായിട്ടും വെള്ളക്കെട്ടുള്ളത്. ഇവിടെ തക്കാളിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വെള്ളം കയറാത്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെ പക്ഷേ കള ഭയങ്കരമായിട്ട് പിടിച്ച് കയറി. നമ്മളെല്ലാ പ്രാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര വളമുള്ള മണ്ണായിട്ട് മാറുകയും അതനുസരിച്ച് കളകളും വളർന്നു തുടങ്ങിയെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കുമ്പളാണ് നട്ടിരിക്കുന്നത്. ഇവിടെ തക്കാളി, കുമ്പളങ്ങ, മത്തൻ, മുളക്, തണ്ണിമത്തൻ, വഴുതന, ചീര, എങ്ങനെ 6 കൂട്ടം പച്ചക്കറിയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. പക്ഷേ എനിക്കിച്ചിരി ഭ്രാന്തോടെ ഇതിനകത്തുള്ളത് കൊണ്ടാണ് എത്ര മഴയായാലും വെയിലായാലും എത്ര നഷ്ടം വന്നാലും എത്ര ലാഭം കിട്ടിയാലും ഞാൻ കാര്യമായിട്ട് ഇതൊന്നും ആരോടും പറയാറില്ല. ലാഭം കിട്ടുമ്പോഴും നഷ്ടം വരുമ്പോഴും ഇതെല്ലാം എനിക്ക് തന്നെ ഉള്ളതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. മരത്തോട്ടം അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണ്. ഇവിടെ നോക്കിയാൽ ഇപ്പോൾ പുറമേ കണ്ടു കഴിഞ്ഞാൽ വെള്ളം തോന്നിയില്ല. നമ്മളിപ്പോൾ ഒന്ന് ചവിട്ടി കാണിച്ചു തരാം. നോക്കിയേ, ഇപ്പോൾ ഈ പ്രദേശം മുഴുവനും നല്ല അത്യാവശ്യം വാട്ടർ ലെവൽ നല്ല ഹൈ ആയിട്ട് നിൽക്കുക കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് കേട്ടോ. നോക്കിയേ, ഇപ്പോൾ അടുപ്പിച്ച് കണ്ടിന്യൂസ് മഴ ഒരു 3-4 ദിവസം പെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ മത്തന് ഓണത്തിന് വേണ്ടിയുള്ള മത്തനായിട്ടാ. ഇപ്പം പൂവും കായൊക്കെ ആയി തുടങ്ങിയ സ്റ്റേജിൽ ഇവിടെയൊക്കെ വെള്ളം വന്നിരിക്കുന്നത്. പൂവും മണ്ടൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. കായൊക്കെ നോക്കിയേ, പക്ഷേ വെള്ളത്തിലാണ് കിടക്കണത്. ഇവിടെയൊക്കെ ഡേഞ്ചറാണ്. കാർഷിക മേഖല സുഖവും ദുഃഖവും എല്ലാം നിറഞ്ഞാണ്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടും പല പല പ്രതിസന്ധികളുണ്ട്. അതിജീവിച്ച് പോവുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.